ദൈവത്തിന് വേണ്ടി കാംക്ഷിക്കുന്ന, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായമാണ്. 15-16 അധ്യായങ്ങൾ മോവാബിനെ കുറിച്ചുള്ള പ്രവചന ശബ്ദമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 15-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 16-ാം അധ്യായം അവസാനം വരെ പ്രവാചകൻ മോവാബിനെ കുറിച്ച് പ്രവചിക്കുന്ന പ്രവചനമാണെന്ന് നമുക്ക് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ 15-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലാണ് അതിൻ്റെ തുടക്കം. അതിങ്ങനെ വായിക്കുന്നു: മോവാബിനെ കുറിച്ചുള്ള പ്രവാചകം, ഒരു രാത്രിയിൽ മോവാബിലെ 6 പട്ടണം നശിച്ചു ശൂന്യമായി പോയിരിക്കുന്നു. ഒരു രാത്രിയിൽ മോവാബിലെ കീർപട്ടണം നശിച്ചു ശൂന്യമായി പോയിരിക്കുന്നു. മോവാബിലെ 6 പട്ടണം അവരുടെ തലസ്ഥാനം, മോവാബിൻ്റെ തലസ്ഥാന നഗരമാണ്. അവരുടെ ആഡംബരത്തിൻ്റെ അങ്ങേയറ്റമായ, അവർക്ക് പ്രാഗൽഭ്യം കൊള്ളുവാൻ പറയത്തക്ക നിലവാരത്തിലുള്ള, ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിലനിൽക്കുന്ന ഒരു പട്ടണമാണ് 6 പട്ടണം. കീർപട്ടണം പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട കെട്ടുറപ്പുള്ള ഒരു എതിർ ശക്തിക്ക് വന്ന് പെട്ടെന്ന് കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത അവരുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു കീർപട്ടണമെന്ന് നമുക്ക് പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. ആ പട്ടണവും കീർപട്ടണവും 6 പട്ടണവും ഒരു രാത്രിയിൽ അവർക്ക് ശൂന്യമായി പോവുക. അവിടെ ഒന്നുമില്ല. താഴോട്ടൊക്കെ വായിക്കുമ്പോൾ ഞാനതിൻ്റെ വർണ്ണനയിലേക്ക് വരുന്നില്ല. താഴോട്ട് വായിക്കുമ്പോൾ അവർ അവിടെ ഒന്നുമില്ലാതെ വണ്ണം രക്തച്ചൊരിച്ചിലുകൾ നടക്കുന്നുണ്ട്. നദികൾ വരെയും രക്തനദികളായി മാറുന്നതക്ക നിലവാരത്തിൽ അവരുടെ സ്വകാര്യ അഹങ്കാരങ്ങൾ നശിച്ചു പോവുകയാണ്. 16-ാം അധ്യായം എൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഞങ്ങൾ മോവാബിൻ്റെ ഗർവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവൻ മഹാഗർഭിയാകുന്നു. അവൻ്റെ നിഗളത്തെയും ഡംഭത്തെയും ക്രോധത്തെയും വ്യർത്ഥ പ്രശംസയും കുറിച്ച് കേട്ടിട്ടുണ്ട്. മോവാബിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. മോവാബിന് ഇങ്ങനെ ഒരു നാശം സംഭവിക്കുവാൻ, ഇങ്ങനെ പെട്ടെന്നുള്ള ഒരു അനർത്ഥത്തിലേക്ക് അവർ വന്നു വീഴാനുള്ള കാരണം അവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ ഡംഭങ്ങൾ, കഴിഞ്ഞ കാലത്തെ അവരുടെ പ്രശംസ, കഴിഞ്ഞ കാലത്തിലെ അവരുടെ ഗർവം, അത് അവരെ പെട്ടെന്ന് ഒരു രാത്രിയിൽ അവർ നാശത്തിലേക്ക് പതിക്കുവാനിടയായി. നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ മോവാബിനെ കുറിച്ച് പറയുവാനായിട്ട് കഴിയും. ഇസ്രായേലിന് സഞ്ചരിക്കുവാൻ യാത്രാ സൗകര്യം കൊടുക്കാതിരുന്ന ഒരു മോവാബിൻ്റെ ചരിത്രമുണ്ട്. വാഗ്ദത്തത്തിലേക്ക് നടന്നു വരാൻ കഴിയാതെ വണ്ണം ഇസ്രായേലിന് യാത്രാ സൗകര്യം കൊടുക്കാത്ത ഒരു മോവാബിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും. ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത ഒരു മോവാബിനെ കാണുവാൻ കഴിയും. ഇവിടെ ദൈവത്തിനെതിരെ നിഗളിച്ച, ദൈവത്തിനെതിരെ ഡംബ് പറഞ്ഞ, ദൈവത്തിനെതിരെ പ്രശംസിച്ച ഒരു മോവാബിനെ ഒരു രാത്രി കൊണ്ട് ദൈവം ശൂന്യമാക്കുന്ന ഒരു ചരിത്രം യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുകയാണ്. അങ്ങനെ ആ രാത്രി കൊണ്ട് അവർ ശൂന്യമായി തുടങ്ങിയ അവരുടെ ജീവിതത്തിൽ അവർ ഇതുവരെയും കാണാത്ത അനർത്ഥങ്ങൾ സംഭവിക്കുക. ആ ഒരു വേദനയിലേക്ക് അവർ ചെന്ന് വീഴുന്ന ഭാഗമാണ് 15-16 അധ്യായങ്ങൾ പ്രവചന ശബ്ദത്തിലൂടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു നാണയത്തിൻ്റെ ഒരു വശം എന്ന പോലെ ഞാൻ പറയട്ടെ, 2 വശത്തിൽ ഒരു വശം എന്ന പോലെ ഞാൻ പറയട്ടെ. ഒരു വശത്തിൽ ഒരു രാത്രിയിൽ അവർ അനർത്ഥത്തിലേക്ക് നീങ്ങുന്നെങ്കിൽ, മറ്റ് ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ ദൈവമക്കൾ ഇസ്രായേലിന് മുമ്പിൽ ഒരു ഭാരം, ഒരു പ്രയാസം കടന്നു വന്ന ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ചെങ്കടലിന് മുമ്പിൽ നിൽക്കുമ്പോൾ തിരുവചനം വായിക്കുന്ന പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. ആ രാത്രിയിൽ ദൈവം ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു ചെങ്കടലിനെ 2ആയി പിളർന്നു മാറ്റിയെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകനിലേക്ക് വരുമ്പോൾ, രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അശൂർ പാളയത്തിൽ ഒരു രാത്രിയിൽ ഒരു ദൂതനെ അയച്ച് 1,85,000-ത്തിലധികം ആൾക്കാരെ ഹിസ്കിയാവിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി ദൈവം എപ്പോഴും പ്രവർത്തിക്കുവാൻ താല്പര്യമായി നിൽക്കുകയാണ്. നമ്മൾ ഇവിടെ മോവാബിനെ കുറിച്ച് വായിച്ചതുപോലെ മോവാബ് ഒരു രാത്രിയിൽ മോവാബ് ശൂന്യമായി പോവുക. എന്നാൽ ദൈവം ഒരു നാണയത്തിൻ്റെ മറുവശം പോലെ നാം ചിന്തിച്ചല്ലോ, ദൈവത്തിന് വേണ്ടി കാംക്ഷിക്കുന്ന, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി ദൈവം രാത്രികൾ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ ദൈവം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. മോവാബ് അവരുടെ അഹങ്കാരവും ഡംഭവും അവരുടെ പ്രശംസയും കൊണ്ട് അവർ ശൂന്യതയിലേക്ക്
പോയപ്പോൾ, അവർ നശിച്ചു പോയപ്പോൾ, വേദനയിലേക്ക് വീണു പോയപ്പോൾ, മറ്റു ചരിത്രങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് അവർ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ചില രാത്രികൾ അവർക്ക് അനുഗ്രഹമായി തീരുവാനിടയായി. ചില രാത്രികൾ അവർ ദൈവപ്രവൃത്തി കാണുവാനിടയായി. മോവാബ് നമുക്ക് നൽകുന്ന പാഠം എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ ദൈവം നമ്മിൽ പ്രവർത്തിപ്പാനിടയാകാം. തിരിച്ച് ദൈവശബ്ദം കേട്ടിട്ടും നാം മറുതലിച്ച് മുന്നോട്ട് ജീവിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ചില അഹങ്കാരങ്ങൾ, നമ്മുടെ ചില സ്വകാര്യ അഹങ്കാരങ്ങളൊക്കെ ചില നിമിഷങ്ങൾ കൊണ്ട് തകർന്നു പോകുന്നത് നമ്മുടെ വേദനയ്ക്ക് ഇടയാക്കുവാൻ കാരണമായി തീരും. അതുകൊണ്ട് നമുക്ക് മറ്റൊന്നിലും പുകഴ്ച പറയാനില്ല. കർത്താവെ, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ തുറക്കാത്ത വാതിലുകൾ ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരും. അടഞ്ഞു കിടക്കുന്ന വഴികൾ, സാധ്യതയില്ലാത്ത സാഹചര്യങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കും. നമുക്ക് മോവാബ് നമ്മുടെ മുമ്പിൽ ഒരു പാഠമാണ്. ഞാൻ മോവാബിനെ പോലെ ആകരുത്, ഞാൻ മോവാബിൻ്റെ ചരിത്രം എന്നിൽ ഉണ്ടാകരുത്, മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകണം. മോവാബ് നമുക്ക് നൽകുന്ന പാഠം അതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ, നമുക്ക് ഡംബ് പറയുവാൻ, നമുക്ക് പ്രശംസ പറയുവാൻ ഒന്നുമില്ല. പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, ക്രൂശിലല്ലാതെ നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ദൈവകരത്തിലേക്ക് നമ്മെ തന്നെ ആശ്രയിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ ഇടയായാൽ, ദൈവത്തിൽ നമുക്ക് പുകഴ്ച പറയുവാൻ ഇടയായാൽ, ദൈവം നമുക്ക് വേണ്ടി കരുതും. ദൈവം നമ്മളെ പുലർത്തുവാൻ ഇടയാകും. ദൈവകരത്തിൽ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.